ഹലോ, അസ്സലാമു അലൈക്കും. വെൽക്കം ബാക്ക്. എന്തൊക്കെയുണ്ട് വിശേഷം? സുഖന്നല്ലേ? അപ്പം ഇന്നത്തെ നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇപ്പം എൻ്റെ ചെടികളൊക്കെ അവസ്ഥ ഇതാണ് കേട്ടോ. ചിലരൊക്കെ പറ്റി ഒടുങ്ങിപ്പോയിക്കണ്. ഞാൻ നോക്കാത്തതിൻ്റെ കുഴപ്പം തന്നെയാണ്. പിന്നെ നല്ല വെയിലും അതിന് കുറച്ച് ദിവസമായിട്ട് ഇപ്പം തീരെ തിരിഞ്ഞു നോക്കിയിട്ടില്ല. അപ്പോഴത്തേനും ഓരോരുത്തരൊക്കെ ഇതാ എന്നിൽ നിന്ന് വിട്ടകന്ന് പോയിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. അപ്പം ഞാൻ ഓലെ ആ ഇലകൾ മാത്രം കട്ട് ചെയ്ത് കളയാണേ. ചിലപ്പോൾ അടിയിലെ വേരിന് ചിലപ്പോൾ വലിയ നാശമൊന്നും സംഭവിച്ചിട്ടില്ലെങ്കിൽ ചിലപ്പോൾ അത് വീണ്ടും കിളിർത്ത് വരാനുള്ള ചാൻസ് ഉണ്ടാവുമല്ലോ എന്ന് വിചാരിച്ചിട്ട് അടിഭാഗം മാത്രം കട്ട് ചെയ്ത് അടിഭാഗം അവിടെ നിർത്തിയിട്ട് ബാക്കിയുള്ളതൊക്കെ കട്ട് ചെയ്ത് കളഞ്ഞിട്ടുണ്ട് കേട്ടോ. ഇതൊക്കെ അതേപോലെ പോയതിനെ പക്ഷേ ഇടയ്ക്ക് രണ്ട് മഴയൊക്കെ കിട്ടിയല്ലോ. അപ്പം അങ്ങനെ വീണ്ടും മുളച്ച് വന്ന് അതാ പൂവൊക്കെ ആയിക്കണം കേട്ടോ. ചിലരൊക്കെ പറ്റി പോയി. ഇതൊക്കെ മറ്റേ സ്പൈഡർ പ്ലാന്റ് ഒക്കെ ഇനി കേട്ടോ. പക്ഷേ സ്പൈഡർ പ്ലാന്റിന് വെയിലൊന്നും അത്ര പ്രശ്നമൊന്നും ഉണ്ടായിരുന്നില്ല. പക്ഷേ ഇപ്രാവശ്യത്തെ വെയിൽ കൊണ്ട് അതൊക്കെ പറ്റി പോയിട്ടുണ്ട് കേട്ടോ. അതായത് ഇതിൻ്റെ അടിയിൽ വേരിന് വലിയ കോട്ടൊന്നും സംഭവിച്ചിട്ടില്ല തണ്ടിന്. അപ്പം അങ്ങനത്തെ ഒക്കെ ഞാനവിടെ നിർത്തിയിരിക്കണം കേട്ടോ. അപ്പം ഇതൊരു ചുമന്ന ഒരു ചെടിയുണ്ട്. അതിന് പേരിപ്പോൾ എന്തേനി എനിക്ക് ഓർമ്മയില്ല കേട്ടോ. അങ്ങനെ ഒരുവിധം വംശനാശം സംഭവിച്ചോലൊക്കെ ഒന്ന് ഒഴിവാക്കിയിട്ട് ഒന്നൊന്ന് റീപോർട്ടൊന്നും ചെയ്യണില്ല. പക്ഷെ ഒരുപാട് വളർന്ന് അധികമായി സ്നേക്ക് പ്ലാന്റ് ഒക്കെ ഞാൻ മുറിച്ച് കളഞ്ഞ് അത്യാവശ്യം ചട്ടിയിലൊക്കെ ചെടികൾ ഇല്ലോലെ മേലേക്ക് കയറ്റിച്ച് ബാക്കിയുള്ളവരൊക്കെ താഴത്തേക്ക് വെക്കാം എന്നുള്ള നിഗമനത്തിലാണ് ഇപ്പം ഞാൻ എത്തിക്കണത് കേട്ടോ. ഇനിയിപ്പോൾ വല്ലാണ്ട് വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടില്ലെങ്കിലും ഇനിയിപ്പോൾ മഴക്കാലമാണ് വരാൻ പോണത്. അപ്പോൾ പിന്നെ ഒക്കെ താനെ കാട് പോലെ വളർന്ന് വന്നോളും. അപ്പം ഞാൻ കുറച്ചൊക്കെ പച്ചപ്പും ഹരിതാവൊക്കെ എല്ലാം മുകൾക്ക് എടുത്തേച്ച് ബാക്കിയുള്ളവരൊക്കെ താഴത്തേക്ക് വെച്ചിരിക്കണം കേട്ടോ. അപ്പോൾ ഒന്നും ഞാൻ കളഞ്ഞിട്ടൊന്നുമില്ല. ചിലപ്പോൾ ഇനി മഴയൊക്കെ പെയ്താൽ തീർത്ത് വരുന്ന പോലെ തീർത്ത് വരട്ടെ. എന്നിട്ട് കഴിഞ്ഞിട്ട് ബാക്കി വരാത്തവരൊക്കെ അപ്പം നമുക്ക് ഒഴിവാക്കാം എന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ. അങ്ങനെ എല്ലാം സെറ്റൊക്കെ ആക്കി ഞാൻ വെച്ച് പിന്നെ ഈ പച്ചച്ചെടി അതേപോലെ തന്നെയാണ്. ഈ പച്ചിലകളൊക്കെ പറ്റി പോയിട്ടുണ്ടെങ്കിൽ അതിൻ്റെ അടിയിൽ ഒരു കിഴങ്ങ് പോലത്തെ സംഭവമാണ് കേട്ടോ. അപ്പോൾ കിഴങ്ങുമെന്നാണ് അത് ഉണ്ടാകുന്നത് കൊണ്ട് തന്നെ കിഴങ്ങ് മണ്ണിൻ്റെ അടിയിൽ കുറേ കാലം അങ്ങനെ കിടക്കുമല്ലോ. അപ്പോൾ അതുകൊണ്ട് തന്നെ അത് ഇതാ ഒരു തുള്ളി പിന്നെ ഒരു ഇത്തിരി വെള്ളമൊക്കെ വന്ന് തുടങ്ങിയപ്പോൾ മഴയൊക്കെ പെയ്തപ്പോൾ അത് താനെ പൊട്ടിമുളച്ച് വീണ്ടും ഉണ്ടായി പൂവൊക്കെ ഉണ്ടായിക്കണം കേട്ടോ. അപ്പോൾ അത് അത്രയും ചവറുകൾ ഞാനിന്ന് വലിച്ചിട്ടതാണ് കേട്ടോ. അപ്പോൾ അതൊക്കെ ഞാൻ അടിച്ചു വാരിയൊക്കെ കളഞ്ഞ് പിന്നെ ചെടികളൊക്കെ ഒന്ന് നനച്ച് കൊടുക്കട്ടെ കേട്ടോ. അപ്പോൾ ഒരു 3-4 ദിവസമായിട്ട് മഴയൊന്നുമില്ല. അതുകൊണ്ട് ചെടികളൊക്കെ ഞാനിതാ നനച്ചൊക്കെ കൊടുത്തത്. ബാക്കി കുറച്ച് ക്ലീനിങ് പരിപാടിയും കൂടി ഉണ്ട്. അപ്പം അത് ചെയ്യുന്നതിന് മുന്നേ ഞാൻ നിങ്ങൾക്ക് ഒരു പ്രൊഡക്റ്റ് പരിചയപ്പെടുത്തി തരാം കേട്ടോ. നമുക്ക് കിച്ചണിലൊക്കെ അത്യാവശ്യം യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു സംഭവമാണ് കേട്ടോ. ഇത് അഗാരോന്റെ പോർട്ടബിൾ മിനി ഫാനാണ് കേട്ടോ. നമുക്ക് കയ്യിലൊക്കെ പിടിച്ചിട്ട് യൂസ് ചെയ്യാൻ പറ്റണേ അങ്ങനത്തെ ഒരു ഫാനാണ് കേട്ടോ. അപ്പം അതിൽ എന്തൊക്കെയാണുള്ളത് ഞാൻ കാണിച്ചു തരാം. ഒരു ചാർജിങ് കേബിൾ ഉണ്ട്, പിന്നെ അത് ഇങ്ങനെ വെക്കാനുള്ള ഒരു സ്റ്റാൻഡും, പിന്നെ ഇതാണ് ഞാൻ പറഞ്ഞ ആ സാധനം. ഇത് നമുക്ക് ഇതിൻ്റെ ഉള്ളിൽ ഇങ്ങനെ ഫിറ്റ് ചെയ്തിട്ടേ അങ്ങനെ ഒരു സ്റ്റാൻഡ് പോലെയും ഉപയോഗിക്കാൻ പറ്റും. പിന്നെ അതിന്റെ കൂടെ വാറണ്ടി കാർഡ് ഉണ്ട് കേട്ടോ. 1 ഇയർ വാറണ്ടി ഓല് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. യൂസർ മാനുവലും കാര്യങ്ങളൊക്കെ ഇതാണ് കേട്ടോ അത്. അപ്പം പിന്നെ ഫാന് നമ്മൾ പലപ്പോഴും ഇങ്ങനത്തെ ഫാന് കണ്ടിരിക്കുന്നത് മേക്കപ്പ് ഒക്കെ ചെയ്യണവരടുത്താ. മേക്കപ്പ് ഒഴിക്കാണ്ടിരിക്കാൻ ഓലിങ്ങനെ കാണാലോ. അതിങ്ങനെ മുഖത്തേക്ക് ആ ഫാൻ ഇങ്ങനെ ഓൺ ആക്കിയിട്ട് ഇങ്ങനെ കൊണ്ടെടുക്കുന്നത്. അങ്ങനെയാണ് ഞാൻ ഈ ഫാന് കണ്ടിരിക്കുന്നത് കേട്ടോ. പക്ഷെ അത് മാത്രമല്ല, നമുക്ക് വേറെ പല രീതിയിലും അത് യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും. ഇത് ഒരു പ്രാവശ്യം ചാർജ് ചെയ്താൽ 6 മണിക്കൂറൊക്കെ ഇതിങ്ങനെ വർക്ക് ചെയ്യാനുള്ള ടൈം കിട്ടും എന്നാണ് പറയുന്നത്. അത് നമുക്ക് ഉപയോഗിച്ച് നോക്കുമ്പോൾ അറിയാം. ഇതാണ് അതിന്റെ ഓൺ ബട്ടൺ കേട്ടോ. അപ്പോൾ 3 സ്പീഡ് ഉണ്ട്. നമ്മള് ചെറിയ സ്പീഡിലും അതേപോലെ തന്നെ മീഡിയത്തിലും ഹൈയിലൊക്കെ ഇട്ടിട്ട് നമ്മൾ സാധാ ഫാനൊക്കെ ഉപയോഗിക്കൂലേ, ടേബിൾ ഫാനൊക്കെ ഉപയോഗിക്കുമല്ലോ 3 സ്പീഡിലിട്ടിട്ട്, അതേപോലത്തെ 3 സ്പീഡൊക്കെ ഇതിന് ഉണ്ട് കേട്ടോ. ഇത് പിന്നെ ഒരു ഇത്തിരി കുഞ്ഞൻ സാധനം ആയതുകൊണ്ടേ നമുക്ക് ബാഗിലൊക്കെ ഇട്ടിട്ട് ട്രാവലിങ്ങിനൊക്കെ പോകുമ്പോൾ ബാഗിലിട്ടിട്ട് കൊണ്ടുപോകാൻ പറ്റും. പിന്നെ നമുക്ക് അതേപോലെ തന്നെ സ്റ്റഡി ടേബിൾ മേലൊക്കെ വെച്ചിട്ട് നമുക്ക് ഏത് രീതിയിലും അത് യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും കേട്ടോ. പിന്നെ ഇതാണ് അതിൻ്റെ ഒരു സ്റ്റാൻഡ്. ഇത് നമുക്ക് എവിടെയെങ്കിലും ഉറപ്പിച്ച് നിർത്താനല്ലോ അതിന് വേണ്ടിയിട്ടുള്ള ഒരു സ്റ്റാൻഡാണ് കേട്ടോ. അപ്പോൾ ഇതിങ്ങനെ വെച്ചിട്ട് അതിൻ്റെ ഉള്ളിൽ ഇതിങ്ങനെ ഫിറ്റ് ചെയ്ത് കൊടുത്താൽ മതി കേട്ടോ. ഒന്ന് ജസ്റ്റ് ഇങ്ങനെ അമർത്തി കൊടുക്കുമ്പോൾ അത് അവിടെ ഇങ്ങനെ ഫിറ്റായി നിന്നോളും. പിന്നെ അത് നമുക്ക് എവിടെയെങ്കിലും ടേബിളിന്റെ മുകളിലോ എവിടെയെങ്കിലൊക്കെ വെച്ചിട്ട് ഉപയോഗിക്കാം. നമുക്കിപ്പോൾ തൽക്കാലികം നമ്മൾ വല്ലാണ്ട് മേക്കപ്പ് ഒന്നും ചെയ്യാത്തതുകൊണ്ട് നമുക്ക് മേക്കപ്പിന്റെ രീതിക്ക് വലിയ യൂസ്ഫുൾ ഒന്നും ഇതാവില്ല. പക്ഷേ നമുക്ക് വേറെ രീതിയിലൊക്കെ യൂസ് ചെയ്യാലോ, കിച്ചണിൽ യൂസ് ചെയ്യാൻ പറ്റും കേട്ടോ. അപ്പൊ ഇതാണ് അതിന്റെ കൂടെ വരുന്ന ആ കേബിൾ കേട്ടോ. അത് വെച്ചിട്ട് നമുക്ക് ലാപ്ടോപ്പിലും അഡാപ്റ്ററിലും
എവിടെ വേണമെങ്കിലും വെച്ചിട്ട് നമുക്കത് ചാർജ് ചെയ്ത് എടുക്കാൻ വേണ്ടിയിട്ട് പറ്റും കേട്ടോ. ഇത് നമുക്ക് കിച്ചണിലും യൂസ് ചെയ്യാൻ പറ്റുമേ. പിന്നെ ഇതിന്റെ ആ സ്റ്റാൻഡ് ഉണ്ടല്ലോ, അതിന്മേൽ ഇങ്ങനെ ഒരു സാധനം ഉണ്ട്. അതിന്മേൽ വെച്ചിട്ട് നമുക്ക് ഫോൺ വെച്ചിട്ട് നമുക്ക് എന്തെങ്കിലുമൊക്കെ ഫോണിൽ വീഡിയോ ഒക്കെ പ്ലേ ചെയ്തിട്ട് നമുക്ക് നമ്മള് കിച്ചണത്തെ പരിപാടികളൊക്കെ ചെയ്യാം. അപ്പൊ നിങ്ങൾക്ക് ഇത് വാങ്ങിച്ചാൽ ഇതിന്റെ വീഡിയോ ഒക്കെ പ്ലേ ചെയ്തിട്ടേ ബാക്ക്ഗ്രൗണ്ടിലൊക്കെ ഇങ്ങനെ കേട്ടിട്ട് നിങ്ങൾക്ക് പണിയൊക്കെ എടുക്കാലോ. എനിക്കത് മിക്കവാറും യൂസ് ആവുക കിച്ചണിലാണ് കേട്ടോ. കാരണം നമ്മള് നല്ല ചൂടുള്ള സമയത്ത് വേർത്തൊലിച്ചും. എനിക്ക് ആണെങ്കിൽ അടുക്കളയിൽ വേറെ ഫാനൊന്നുമില്ല. അപ്പൊ അതുകൊണ്ട് ഇത് നമുക്ക് കൗണ്ടർ ടോപ്പിന്റെ മുകളിലൊക്കെ ഇങ്ങനെ വെക്കുകയാണെങ്കിൽ നമുക്ക് നല്ല കാറ്റൊക്കെ കൊണ്ട് നമ്മളെ പണികളൊക്കെ എടുക്കാം. പിന്നെ മക്കൾക്കും തന്നെ കറണ്ടൊക്കെ പോകുന്ന സമയത്ത് ഓൾക്ക് പഠിക്കുന്ന സ്ഥലത്തൊക്കെ വെച്ചിട്ട് അങ്ങനെയും യൂസ് ആക്കാൻ വേണ്ടിയിട്ട് പറ്റും. അപ്പൊ അതിന്റെ ലിങ്ക് ഒക്കെ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം കേട്ടോ. അങ്ങനെ കുറച്ച് ക്ലീനിങ്ങും കൂടി ബാക്കി ഉണ്ടെന്ന് ഞാൻ പറഞ്ഞില്ലേ. അതിന്റെ മുന്നേ ഞാൻ ഇതിന്റെ ബാക്കി ഇന്ന് കുറച്ച് അലക്കാനുള്ളൂ. ഇനി എത്രയൊക്കെ മടിയെന്നാലും അലക്കണ കാര്യത്തിൽ ഞാൻ നോ കോംപ്രമൈസ് ഇട്ടു. ബാക്കിയുള്ള പണികളൊക്കെ കുറച്ച് നേരം വെച്ചാലും അലക്കണ പരിപാടി അത് എൻ്റെ ഒരു ഡെയിലി റൊട്ടീൻ പോലെയാണ്. അത് ഞാനൊരു മാറ്റവും വരുത്തലില്ല. രാവിലെ വേഗം അലക്കൽ കഴിച്ചു. പിന്നെ എൻ്റെ അടുത്ത പരിപാടി എന്ന് പറയുന്നത് ഇവിടെ കുറച്ചും കൂടി ക്ലീൻ ആക്കാനുണ്ട് കേട്ടോ. ഇവിടെ നല്ല പോലെ പാമ്പുകൾക്ക് ആവാസ വ്യവസ്ഥ ആക്കാം, അതിന് മാത്രം കാടുണ്ട് കേട്ടോ. അപ്പൊ ഇത് നമ്മളതും അയൽപക്കത്തെയും കൂടി സ്ഥലത്തിൽ പെടുന്നതാണ്. പക്ഷെ അയൽക്കാരൊന്നും ഇപ്പൊ അവിടെ ഇല്ലാത്തതുകൊണ്ട് ഇതിപ്പോ ക്ലീൻ ആക്കൽ നമ്മൾ ഡ്യൂട്ടിയാണ്. നമ്മൾ ക്ലീൻ ആക്കിയിട്ടില്ലെങ്കിൽ മിക്കവാറും പാമ്പ് നമ്മളെടുത്ത് കൈകാരം തെരഞ്ഞു വരിക. അയൽക്കാരെ ഇവിടെ ഇല്ലല്ലോ, അതുകൊണ്ട് കത്തി കയറ്റി നിൽക്കണണ്ടാൽ വലിയ വാസവണ്ണനായിങ്ങാണ്ട് ഇപ്പൊ അതൊക്കെ മന മറിച്ചെന്നുള്ള രീതിയിലാണ്. പക്ഷേ കാട് ഞാൻ കുറെ കാലമായി വെട്ടൽ തുടങ്ങിയിരിക്കണം. പക്ഷെ എന്നാലും ഇതുവരെ കാട് വെട്ടുമ്പോൾ ഒരു ABCD ഉണ്ടല്ലോ, നമുക്ക് ആ ഒരു വൃത്തി വെടിപ്പാക്കി ചിലവരൊക്കെ കാട് വെട്ടൂല. അങ്ങനെ ആ ഒരു കാര്യത്തിൽ ബിരുദാനന്തര ബിരുദം ഇതുവരെ നമുക്ക് കിട്ടിയിട്ടില്ല. അങ്ങനെ ഞാൻ അവിടെ മേനക്കെട്ട് കാട് വെട്ടുന്ന തിരക്കില് ഇവലിവിടെ മേനക്കെട്ട് കളിക്കണ തിരക്കിലാണ്. കുറച്ച് അമൃതം പൊടി ഉണ്ടായിനി കേട്ടോ, അത് പാക്കറ്റ് കേടുന്നതേനി കേട്ടോ. അപ്പൊ അതുകൊണ്ടാണ് കളി. അപ്പോൾ ഗൈസ്, ഞാൻ ഇന്ന് അമൃതം പൊടി കൊണ്ട് ഒരു സ്നാക്ക് ഉണ്ടാക്കുകയാണ്. അപ്പോൾ ഞാൻ സ്നാക്ക് ഉണ്ടാക്കുകയാണ്. ഇതാണ് നമ്മൾ അമൃതം പൊടി. അമൃതം പൊടി ഇട്ട് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് കലക്കുകയാണ് കേട്ടോ നമ്മൾ. പിന്നെ ഞാൻ എൻ്റെ ബാക്കി കാടിട്ടുള്ള പരിപാടിക്ക് വീണ്ടും ഇറങ്ങിട്ടോ. അപ്പൊ ഞാൻ കുറച്ച് സമയത്ത് ഒച്ചമിളൊന്നും കേൾക്കാതായപ്പോൾ ഞാൻ പോയി നോക്കിയതാണ് എവിടെ പോയേ. അത് ഒച്ചമിളും കേൾക്കാതെ ആകുമ്പോൾ എനിക്കും തന്നെ ഒരു വേജാറാ. ചിലപ്പോൾ എനിക്കുള്ള 8ന്റെ പണിയൊക്കെ കാരണം ഉണ്ടാക്കി തരുന്നത് എന്നുള്ളത്. അപ്പൊ എന്തായാലും ഒരു കുറച്ച് അമൃതം പൊടി കിടന്നുകൊണ്ടുള്ള നല്ല കളിയിലാണ് കേട്ടോ. ഈ മൂക്കും ഒക്കെ കെട്ടിക്കണത് വേറെ ഒന്നുമല്ല, സ്റ്റിക്കർ വെച്ച് മാനം കിടണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ മൂക്കൊക്കെ അങ്ങനെ കെട്ടിക്കണത് കേട്ടോ. അല്ലാതെ പൊടിയൊന്നുമില്ല. അത്യാവശ്യം കുറച്ചൊക്കെ കാടുണ്ടേനി. എനിക്കൊരു പേടിയൊക്കെ ഉണ്ടേനി. ശരിക്ക് അതിന്റെ അടി കൂടെ എനിക്ക് കാണാം. പക്ഷെ എന്നാലും ഒരു പേടിയാണ് കേട്ടോ. എവിടെയെങ്കിലും വല്ല പാമ്പ് ഇരിക്കണുണ്ടെങ്കിലോ. അപ്പോൾ എനിക്ക് ഭയങ്കര പേടിയുള്ളൊരു സാധനമാണ് ഈ പാമ്പ്. അതുകൊണ്ട് എവിടെയെങ്കിലൊക്കെ കാടുമ്പന്തി ആകുമ്പോഴത്തേനും എനിക്ക് ഭയങ്കര വേജാറാണ് കേട്ടോ വെട്ടാൻ. അങ്ങനെ ഞാനതൊക്കെ വെട്ടി കംപ്ലീറ്റ് ആക്കിയെടുത്ത്. അപ്പോൾ തന്നെ ആകെ കുഴങ്ങി ഊരൊക്കെ വേദന തുടങ്ങിയിട്ടുണ്ടേ കേട്ടോ. അത് ഫാഷൻ ഫ്രൂട്ടിന്റെ വള്ളിയാണ് കേട്ടോ, അതുകൊണ്ടാണ് അത് വെട്ടാത്തത്. അത് അയൽപക്കക്കാരതാണ്. അപ്പൊ ഞാൻ ഇങ്ങോട്ട് നല്ലോണം ചാഞ്ഞത് ഒന്ന് ലെവലാക്കിയെന്ന് വെച്ചു കേട്ടോ. അങ്ങനെ നമ്മളെ കാട് വെട്ടല് കണ്ട കാട് വെട്ടിയ മാതിരി തോന്നുന്നില്ലെങ്കിലും ഒരുവിധം പുല്ലൊക്കെ പാമ്പിനെ ഇങ്ങോട്ട് നിൽക്കാൻ പറ്റാത്ത കോലത്തിൽ ഞാൻ അതൊന്ന് വെട്ടി വെളിച്ചാക്കിക്കണം കേട്ടോ. അപ്പൊ ഞാൻ അതൊക്കെ ഒന്ന് കോരിങ്ങാണ്ട് കൊണ്ടേ കളയട്ടെ. അങ്ങനെ ഇതും കൂടി വാരിയിടുന്നതോട് കൂടി നമ്മളെ ഇന്നത്തെ ക്ലീനിങ് പരിപാടി ഏകദേശം ഞാനൊന്ന് തീരുമാനമാക്കിയിരിക്കണം കേട്ടോ. പുല്ലുപറി കാര്യങ്ങളൊക്കെ ഇനിയിപ്പോൾ പ്രത്യേകിച്ച് പുല്ല് വരയ്ക്കാനൊന്നുമില്ല. മക്കളുടെ അടുത്ത് പോയോ കേട്ടോ. ഓല സ്നാക്ക് ഇപ്പോഴും റെഡി ആയിട്ടില്ല. ഒരു അമൃതം പൊടി കൊണ്ട് ഒരു സ്നാക്കാണ്. അപ്പോൾ ഇതിങ്ങനെ തിക്കായി വന്നിട്ടുണ്ട് കേട്ടോ. പിന്നെ അതേക്ക് കുറച്ച് വെള്ളം ഒഴിച്ചു. ആ കുട്ടി എന്തിനാ ഇരിക്കണേ? ഇന്നിക്കുട്ടിനെ കൊണ്ട് ആ കാക്ക എന്തിനാ അവിടെ ഇരിക്കണേ? അത് കുട്ടീനെ ആ കാക്ക എന്തിനാ അവിടെ ഇരിക്കണേ ഇന്നിക്കുട്ടിനെ കൊണ്ട്? ഇന്നിക്കുട്ടിക്ക് മാമു ആയിട്ട് കൊടുക്കാനാ? കുട്ടിക്ക് മാമു ഉണ്ടാക്കിയിട്ട് കൊടുക്കാനില്ലേ? ടെക്നോളജിയാ. ഒന്നുകൂടി പറഞ്ഞ. ഒന്നുകൂടി പറഞ്ഞ. അങ്ങനെ ഞാൻ ടാങ്കിലേ വെള്ളം കയറുന്നുണ്ടോ നോക്കാൻ വേണ്ടി വന്നതാ. അപ്പോഴാണ് കണ്ട കാഴ്ച ഉണ്ട് ഞാൻ ആകെ അമ്പരന്ന് പോയി. ടാങ്കിന്റെ മുകളിൽ ഇതാ കുറെ ലക്ഷറി കാറുകളും വണ്ടികളൊക്കെ നിൽക്കണേ. ഒക്കെ അജിക്കുട്ടൻ്റെ മാത്രം ലീലകളാ. ഉള്ള വണ്ടികളൊക്കെ ചെറുതും വലുതും ഒക്കെ ഇവിടെ കൊണ്ടുവന്ന് കണ്ട് നിരത്തി ഇങ്ങനെ വെച്ചിക്കണം കേട്ടോ ടാങ്കിന്റെ മുകളിൽ.
പിന്നെ കിണറ്റിൽ നിന്ന് മോട്ടറൊക്കെ വലിച്ചിട്ടത് എന്താ വെള്ളം ഇല്ലേ എന്നൊക്കെ ചോദിച്ചിട്ട് കമൻസ് ഇട്ടിട്ടുണ്ടെങ്കിൽ കേട്ടോ. അപ്പോൾ അതിനെ കുറിച്ചിട്ട് ഞാൻ വിശദീകരിച്ചൊരു വീഡിയോ തന്നെ ചെയ്യാം കേട്ടോ. അപ്പം സമയമായിട്ടില്ല, അതുകൊണ്ടാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെ ഉള്ളൂ. എല്ലാവർക്കും ഇഷ്ടമായി കാണുമെന്ന് പ്രതീക്ഷിക്കുന്നുണ്ട്. അപ്പോൾ ആ ഫാനിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം കേട്ടോ. ഇനിയിപ്പോൾ വേനലൊക്കെയാണ്, മഴക്കാലൊക്കെ ആണല്ലോ. അപ്പോൾ വലിയ യൂസ്ഫുൾ അല്ലെങ്കിലും വാങ്ങി വെച്ചാൽ നമുക്ക് വേനൽക്കാലത്ത് ഉപയോഗിക്കാമല്ലോ. അങ്ങനെ അപ്പം ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ കേട്ടോ. വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി കാണുമെന്ന് പ്രതീക്ഷിക്കുന്നുണ്ട്. ഇഷ്ടമായിക്കണമെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യണേ. അപ്പോൾ വീണ്ടും നല്ല അടിപൊളിയായിട്ടുള്ള വീഡിയോസ് ഒക്കെ അയച്ച് ഞാൻ ഉടനെ വരാം കേട്ടോ. അപ്പോൾ വീണ്ടും കാണാം. അസ്സലാമു അലൈക്കും. ബൈ ബൈ.